VSന്റെ ആരോഗ്യനില സംബന്ധിച്ചാണ്. ഹൃദയാഘാതത്തെ തുടർന്ന് ചികിത്സയിലുള്ള VS അച്യുതാനന്ദന്റെ ആരോഗ്യനില അതീവ ഗുരുതരമാണ്. ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനത്തിൽ ആശങ്കയുണ്ട്. ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ സഹായത്തോടെയാണ് ഇപ്പോൾ ചികിത്സ. കൂടുതൽ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും ചന്തു ചന്ദ്രശേഖർ ചേരുന്നുണ്ട്. ചന്തു, ഏറ്റവും ഒടുവിലായി വന്നതിൽ തന്നെ അതീവ ഗുരുതരമായി തുടരുന്നു ആരോഗ്യനില എന്നുള്ളതാണ്. ഏറ്റവും പുതിയ അപ്ഡേഷൻ എന്താണ്? സംഗീത, തിങ്കളാഴ്ച തിരുവനന്തപുരം പട്ടം SUT ആശുപത്രിയിൽ ശ്വാസതടസ്സത്തെ തുടർന്നാണ് VS അച്യുതാനന്ദനെ അഡ്മിറ്റാക്കിയത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ടായിരുന്നു. ഹൃദയാഘാതം സംഭവിച്ചുവെങ്കിലും നേരിയ പുരോഗതി ആരോഗ്യനിലയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ട് എന്നാണ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടിയാണ് അദ്ദേഹത്തിന്റെ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആശുപത്രി തന്നെ പറയുന്നതനുസരിച്ച് അദ്ദേഹത്തിന്റെ ശ്വസനം, രക്തസമ്മർദ്ദം, വൃക്കകളുടെ പ്രവർത്തനം എന്നിവ ഈ ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടി നിലനിർത്താൻ ശ്രമിക്കുന്നു, പഴയ നിലയിലാക്കാൻ, സാധാരണ നിലയിലാക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം ഇന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്ന് രാവിലെ 11 മണിയോടുകൂടി വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം മെഡിക്കൽ ബോർഡ് യോഗം ചേർന്നിരുന്നു. ആ മെഡിക്കൽ ബോർഡ് യോഗത്തിൽ കൃത്യമായി തന്നെ VSന്റെ ആരോഗ്യനിലയെക്കുറിച്ച് കാര്യമായി ചർച്ച ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു മെഡിക്കൽ ബുള്ളറ്റിൻ ആശുപത്രിയുടെ ഭാഗത്തു നിന്നും പുറത്തിറക്കിയത്. എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നതായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. എങ്കിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇപ്പോൾ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിന് വേണ്ട വൈദ്യസഹായങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സഹായത്തോടു കൂടിയാണ് നൽകുന്നതെങ്കിൽ കൂടി അദ്ദേഹത്തിന്റെ പ്രായം ഒരു പരിഗണനയ്ക്ക് എടുക്കേണ്ട വിഷയമാണ്. 102 വയസ്സിലേക്ക് അടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടി പരിഗണിക്കപ്പെടേണ്ടതുണ്ട് എന്നതാണ് ഡോക്ടർമാർ നൽകുന്ന വിവരം. എന്തായാലും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അടക്കം ഈ ആശുപത്രിയിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘവുമായി സംസാരിച്ചിരുന്നു, ആശയവിനിമയം നടത്തിയിരുന്നു. അതിനുശേഷം ആരോഗ്യനില സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ പരിശോധിച്ച് വരികയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി MA ബേബി, MV ഗോവിന്ദൻ അടക്കമുള്ളവർ അവിടെ എത്തി അദ്ദേഹത്തെ കണ്ടിരുന്നു. പാണക്കാട് തങ്ങളടക്കമുള്ളവർ മുഖ്യമന്ത്രിയെ കണ്ട് സന്ദർശനം നടത്തി. അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുക്കൾ ആശുപത്രിയിൽ ഉണ്ട്. അദ്ദേഹത്തോടൊപ്പം നേരത്തെ പ്രവർത്തിച്ചിരുന്ന സഹപ്രവർത്തകരും ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴും ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടിയാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യനില മുന്നോട്ട് പോകുന്നതെന്നാണ് ആശുപത്രിയിൽ നിന്നും ലഭ്യമാകുന്നത്. ഇന്ന് വൈകിട്ട് ഒരു മെഡിക്കൽ ബോർഡ് യോഗം കൂടി ചേരുന്നുണ്ട്. ആ മെഡിക്കൽ ബോർഡ് യോഗത്തിന് ശേഷം കൂടുതൽ കാര്യങ്ങളിൽ ആശുപത്രിയിൽ നിന്നും വ്യക്തത വരുത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി ചന്തു.